ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുചരണാമൃതം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബാബ ഗണേശാനന്ദഗിരിയെ കുറിച്ചാണ്. ഷിർദി സായിബാബയുടെ ഏറ്റവും പ്രമുഖനായ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ബാബ ഗണേശാനന്ദഗിരി മഹാരാജ്. കുട്ടിക്കാലത്ത് ഷിർദി സായിബാബയോടൊപ്പം ജീവിക്കാനും അദ്ദേഹത്തിന്റെ പാത പിന്തുടരാനും ഭാഗ്യം ലഭിച്ച അപൂർവം സിദ്ധന്മാരിൽ ഒരാളാണ് ബാബ ഗണേശാനന്ദഗിരി. 2016 ഏപ്രിൽ 29 തൻ്റെ 108 വയസ്സിൽ അദ്ദേഹം ജീവസമാധി അടഞ്ഞു. ശ്രീ രാമസുബ്രഹ്മണ്യ അയ്യരുടെയും ശ്രീമതി വിജയലക്ഷ്മി അമ്മാളിൻ്റെയും 4ാമത്തെ മകനായി 1911 ഡിസംബർ 19 തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലുള്ള സുചീന്ദ്രത്ത് ജനിച്ചു. 4 വയസ്സുള്ളപ്പോൾ തിരുപ്പതി ക്ഷേത്ര ദർശനത്തിനിടയിൽ മാതാപിതാക്കളിൽ നിന്നും വേർപിരിഞ്ഞു. അപരിചിതരായ ചില നല്ല മനുഷ്യരുടെ സഹായത്തോടെ പല സ്ഥലങ്ങൾ മാറി മാറി സഞ്ചരിച്ച അദ്ദേഹം ഷിർദിയിൽ എത്തിച്ചേർന്നു. 2.5 വർഷത്തിലധികം അദ്ദേഹം സായിബാബയോടൊപ്പം ജീവിക്കുകയും ചെയ്തു. ഈ കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യത്തിന് അടിത്തറയിട്ടത്. 1918 സായിബാബയുടെ മഹാസമാധിക്ക് ശേഷവും ബാബ അദ്ദേഹത്തിന് പലപ്പോഴും നേരിട്ടും അല്ലാതെയും ദർശനങ്ങളിലൂടെയും പ്രത്യക്ഷപ്പെടുകയും ഓരോ ചുവടിലും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. സായിബാബയുടെ മഹാസമാധിക്കു ശേഷം അദ്ദേഹം ഏകദേശം 40 വർഷത്തോളം ഷിർദിയിൽ തന്നെ താമസിച്ച് സമാധി മന്ദിരത്തിൽ സേവനം ചെയ്തു. പിന്നീട് സായിബാബയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോവുകയും ഒരു പരിവ്രാജകനായി മാറുകയും ചെയ്തു. ഒരു ദിവസം ഗണേശാനന്ദഗിരി ബാബ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. ബാബ, എനിക്കൊരുപാട് കാശും വലിയ കാറും നല്ല വീടും ജോലിക്കാരും എല്ലാ സൗകര്യങ്ങളും തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് സമാധിയിൽ നിന്നും ഒരു പൂവെടുത്ത് വീട്ടിൽ പോയി. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തെരുവിലൂടെ നടക്കുമ്പോൾ സായിബാബയെ കണ്ടു. അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ കുറേ ആവശ്യങ്ങൾ പറഞ്ഞു. ശരി, നിന്റെ ശരീരമാണ് നിന്റെ വീട്, ലോകം മൊത്തമാണ് നിന്റെ കൊട്ടാരം, നിന്റെ ബുദ്ധിശക്തിയാണ് നിന്റെ പൈസ. ഞാൻ കൂടെയുണ്ട്. നീ എൻ്റെ സ്നേഹവും ദയയും ലോകത്തിൽ പ്രചരിപ്പിക്കൂ. എല്ലാത്തിലും നിനക്ക് എന്നെ കാണാൻ കഴിയും. വാരാണസിയിലെ ജൂന അഖാഡയിൽ ചേർന്ന അദ്ദേഹം ഒരു നാഗസാധുവായി മാറി. വർഷങ്ങൾ നീണ്ട തപസ്സിനു ശേഷം ഇന്ത്യയൊട്ടാകെ സഞ്ചരിക്കാനും തന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനും സായിബാബ വീണ്ടും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. കുട്ടിയായിരിക്കുമ്പോൾ ഷിർദിയിൽ സായിബാബയുടെ കൂടെ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരു രസകരമായ ഓർമ്മ ഗണേശാനന്ദഗിരി ബാബ ഭക്തരുമായി പങ്കുവെക്കുമായിരുന്നു. ആ കഥ ഇങ്ങനെ: ഒരു ദിവസം സായിബാബ എല്ലാ കുട്ടികൾക്കും മധുരം വിതരണം ചെയ്തപ്പോൾ ഗണേശാനന്ദന് മാത്രം നൽകാൻ മറന്നുപോയി. ഇതിൽ ദേഷ്യം വന്ന് കുഞ്ഞു ഗണേശാനന്ദൻ സായിബാബയുടെ ബാഗിൽ നിന്നും ഒളിച്ചുകൊണ്ട് മധുരം എടുത്തു. ഇത് കണ്ടുപിടിച്ച സായിബാബ അദ്ദേഹത്തിന്റെ കവിളത്തൊരു അടി കൊടുത്തു. തനിക്കേറ്റ ആ അടി ജീവിതകാലം മുഴുവൻ അന്യന്റെ സാധനങ്ങൾ മോഷ്ടിക്കരുത് എന്ന വലിയൊരു പാഠമാണ് പഠിപ്പിച്ചതെന്നും ആ അടിയാണ് തന്റെ ജീവിതത്തിന്റെ ആത്മീയ അടിത്തറയെന്നും അദ്ദേഹം വിശ്വസിച്ചു. മോഹൻജിയുമായി ഗണേശാനന്ദഗിരി ബാബയുടെ ബന്ധം. ഒരിക്കൽ ഷിർദിയിലെ ഗുരുസ്ഥാനിൽ വെച്ച്
ശാരീരികമായി തളർന്നു വീണ ഗണേശാനന്ദ ബാബയെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് മാറ്റി. വിവരമറിഞ്ഞു മോഹൻജി മുറിയിലേക്ക് നടന്നു വരുമ്പോൾ ഗണേശാനന്ദഗിരി ബാബ കിടക്കുകയായിരുന്നു. വാതിലിനു നേരെയല്ല അദ്ദേഹം കിടന്നിരുന്നത്. മോഹൻജി വരുന്നത് കാണാതെ തന്നെ അദ്ദേഹം മോഹൻജി വരൂ എന്ന് പറഞ്ഞു. മോഹൻജിയെ ആദ്യമായാണ് അദ്ദേഹം കാണുന്നത്. സായിബാബ ദർശനത്തിലൂടെ തന്നോട് മോഹൻജിയെ കാണാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും കഴിഞ്ഞ 3 വർഷമായി അതിനായി കാത്തിരിക്കുകയായിരുന്നു എന്നും അന്ന് അദ്ദേഹം മോഹൻജിയോട് പറഞ്ഞു. ഒരു നാഗസാധുവായി ദശാബ്ദങ്ങളോളം ഹിമാലയത്തിൽ ജീവിച്ചിരുന്ന ഗണേശാനന്ദഗിരി ബാബ തന്റെ ശരീരത്തിലോ കാലിലോ തൊടാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. എന്നാൽ തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് മോഹൻജിയുടെ ഭക്തർക്ക് തന്റെ കാൽ തിരുമാനും ശുശ്രൂഷിക്കാനും അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സായിബാബ എന്നോട് നേരിട്ട് വന്നു പറഞ്ഞു, മോഹൻജിയുടെ ആളുകൾ എൻ്റെ കുട്ടികളാണ്. അതുകൊണ്ടാണ് സായിയുടെ അത്ഭുതത്താൽ ഞാൻ ഇവരെ എൻ്റെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കുന്നത്. തൻ്റെ 100-ലധികം വർഷത്തെ ആത്മീയ യാത്രയ്ക്ക് ശേഷം ഷിർദിയിൽ വെച്ച് തന്നെ സമാധി അടയണമെന്നായിരുന്നു ഗണേശാനന്ദഗിരി ബാബയുടെ ആഗ്രഹം. എന്നാൽ സായിബാബ ദർശനത്തിലൂടെ തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപമുള്ള ശ്രീ പെരുമ്പത്തൂരിൽ പോയി സായിബാബ ക്ഷേത്രം സ്ഥാപിക്കാനും അവിടെ സമാധിയാകാനും നിർദ്ദേശിച്ചു. ഈ ദിവ്യ നിർദ്ദേശം അനുസരിച്ചാണ് അദ്ദേഹം ചെന്നൈയിലെത്തുകയും 2016 അവിടെ ജീവസമാധി അടയുകയും ചെയ്തത്. ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് മോഹൻജി. ഓ